അമേരിക്കയുടെ ഇൻഫ്ലേഷൻ കൂൾ ഓഫ് ആകുമെന്ന് മാർക്കറ്റ് പൊതുവെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ക്വാർട്ടർലി റിസൾട്ട് സെഷനിലെ കമ്പനികളുടെ പെർഫോമൻസിൽ മിക്സഡ് പെർഫോമൻസ് പ്രതീക്ഷിക്കുന്നതുകൊണ്ട് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് ഇടിഞ്ഞു. ഡോ ജോൺസ് 1% ഇടിഞ്ഞപ്പോൾ S&P 0.4%, നാസ്ഡാക്ക് 0.1% ഇടിഞ്ഞു. ഏഷ്യൻ മാർക്കറ്റിലും മിക്സഡ് പെർഫോമൻസ് തന്നെയാണ് കാണുന്നത്. ജപ്പാൻ്റെ ഇൻഡെക്സ് 0.2% ഉയർന്നപ്പോൾ കൊറിയൻ ഇൻഡെക്സ് 0.7% ഇടിഞ്ഞു. അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ ഇൻപുട്ടായി എടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഡിസിഷനുമായിരിക്കും വരും സമയങ്ങളിലും മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളായി പ്രവർത്തിക്കുക. കഴിഞ്ഞ ദിവസം ബ്രന്റ് ക്രൂഡിൻ്റെ വില 2 പോയിന്റ് ഇടിഞ്ഞ് $69 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ന് UK-യുടെ CPI ഇൻഫ്ലേഷൻ ഡേറ്റയും യൂറോപ്പിൻ്റെ ട്രേഡ് ബാലൻസ് ഡേറ്റയും പുറത്തുവരും. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ക്രൂഡ് ഇൻവെൻട്രി ഡേറ്റയും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റയും ഇന്ന് പുറത്തുവരും. ഇതൊക്കെ ഗ്ലോബൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ചില പ്രധാന ഘടകങ്ങളാണ്. മെറ്റൽ മാർക്കറ്റിൻ്റെ അവസ്ഥ നോക്കിയാൽ കോപ്പറിൻ്റെ വില 0.3% ഉയർന്നപ്പോൾ അലൂമിനിയത്തിൻ്റെ വില 0.4% ഇടിയുകയും നിക്കലിൻ്റെ വില 0.5% ഉയരുകയും ചെയ്തു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഓട്ടോ, ഫിനാൻസ് തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചതുകൊണ്ട് ഇൻഡെക്സ് 4 ദിവസം നീണ്ടുനിന്ന ഇടിവ് അവസാനിപ്പിച്ച് 0.45% ഉയർന്ന് 25,195 ക്ലോസിംഗ് നൽകി. 25,100 മുകളിൽ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയത് മാർക്കറ്റിൽ സ്ട്രോങ് ബൈയിങ് മൊമെൻറ്റം വരുന്നു എന്നുള്ള സൂചനയായിട്ട് വേണം കണക്കാക്കാൻ, അല്ലെങ്കിൽ മാർക്കറ്റ് പോസിറ്റീവ് ട്രെൻഡിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനയായിട്ട് വേണം കണക്കാക്കാൻ. ഇവിടെ ഏറ്റവും പ്രധാന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 25,250 ആണ്. 25,260 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ 25,400 വരെയുള്ള അപ്സൈഡ് മൊമെൻറ്റം, അല്ലെങ്കിൽ 25,400 വരെയുള്ള റാലി പ്രതീക്ഷിക്കാവുന്നതാണ്. 25,250 എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുത്തിയാൽ 25,000 പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ 2 ദിവസത്തെ സെല്ലിംഗ് അവസാനിപ്പിച്ച് കഴിഞ്ഞ ദിവസം 104 കോടി രൂപയുടെ ബൈയിങ് നടത്തി. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 1,477 കോടി രൂപയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്ന് പ്രതീക്ഷിക്കാം. HDFC ലൈഫിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രീമിയം 15% വർദ്ധിച്ച് നെറ്റ് പ്രീമിയം ഇൻകം 15% വർദ്ധിച്ച് 12,550 കോടിയിൽ നിന്നും 14,466 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. വാല്യൂ ഓഫ് ന്യൂ ബിസിനസ് 12.7% വർദ്ധിച്ച് 718 കോടിയിൽ നിന്നും 809 കോടിയിലേക്ക് എത്തുകയും നെറ്റ് പ്രോഫിറ്റ് 14% വർദ്ധിച്ച് 478 കോടിയിൽ നിന്നും 546 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. അതേസമയം നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 7.6% നിന്നും 7.7% ഉയരുകയും കോസ്റ്റ് ടു ഇൻകം റേഷ്യോ 42.9 നിന്നും 42.7 എത്തുകയും ചെയ്തു. ICICI ലൊംബാർഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 28% വർദ്ധിച്ച് 580 കോടിയിൽ നിന്നും 747 കോടിയിലേക്ക് എത്തി. ടോട്ടൽ ഇൻകം 13% വർദ്ധിച്ച് 5,382 നിന്നും 6,083 കോടിയിലേക്ക് എത്തി. GDPI ഏകദേശം ഫ്ലാറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഇൻഷുറൻസ് സെക്ടറിലെ സ്റ്റോക്കുകളെയാണ് ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഡയലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 6% വർദ്ധിച്ച് 280 കോടിയിൽ നിന്നും 298 കോടിയിലേക്ക് എത്തി. പ്രോഫിറ്റ് 13% വർദ്ധിച്ച് 141 കോടിയിൽ നിന്നും 160 കോടിയിലേക്ക് എത്തുകയും EBITDA മാർജിൻ 7.6% വർദ്ധിച്ച് 80 കോടിയിൽ നിന്നും 87 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. ഇന്ന് ശ്രദ്ധിക്കേണ്ട മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് സൊമാനി സെറാമിക്സ് എന്ന കമ്പനി ഡ്യൂറാബിൾഡ് കെയറിൻ്റെ 51% സ്റ്റേക്കുകൾ 10 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. CFF ഫ്ലൂയിഡ് കൺട്രോൾ എന്ന കമ്പനി ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡറുമായി ചേർന്ന് നേവൽ ആൻഡ് മെറൈൻ പോർട്ട്ഫോളിയോ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു അഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. TCS എന്ന കമ്പനി MIT സൊലാനുമായി ചേർന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊളാബറേഷൻ ഇൻ ലാർജ് എൻ്റർപ്രൈസസ് എന്ന രീതിയിൽ ഒരു റിസർച്ച് സീരീസിൽ പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചു. ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ലാപ്ടോപ്പ്, മൊബൈൽസ് എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രസിഷൻ കമ്പോണൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന യുഹായ് പ്രസിഷൻ എന്ന കമ്പനിയുമായി ചേർന്ന് ഡിക്സൺ ടെക്നോളജി ബൈൻഡിംഗ് ടേം ഷീറ്റ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അരിസിൻ ഇൻഫ്രാ സൊല്യൂഷൻ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. വാദ കൺസ്ട്രക്ഷനുമായി ചേർന്ന് കമ്പനി പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുകൂടാതെ റിയാലിറ്റി സെക്ടറിലെ ബ്രിഗേഡ് എൻ്റർപ്രൈസസ് എന്ന കമ്പനി ഹൈദരാബാദിൽ 50,000 സ്ക്വയർ ഫീറ്റ് ഏരിയയുള്ള ഒരു ബിസിനസ് പാർക്ക് ലോഞ്ച് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്